ഒരു നിമിഷം നേരത്തേക്ക് പാപികൾ നരകം കണ്ടിരുന്നെങ്കിൽ അവർ തകർന്നു കിടക്കുന്ന ഗ്ലാസ് ചില്ലുകൾക്ക് മുകളിലൂടെ നിരങ്ങിക്കൊണ്ട് കുമ്പസാരത്തിനണയുമായിരുന്നു. പറഞ്ഞത് നമ്മുടെ വിശുദ്ധ വെറോണിക്ക പുണ്യവതിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും പാപം ചെയ്യുന്നവർ തന്നെയാണ്. ഞാനൊരു വിശുദ്ധനൊന്നുമല്ല. പക്ഷെ നമ്മൾ തമ്പുരാനെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അറിയാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിന് പാപത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും. അങ്ങനെ വിശുദ്ധ കുർബാനയിലൂടെ മറ്റു കൂതാശകൾ, കുമ്പസാരം, കുർബാന സ്വീകരണം, പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന, നമുക്കത് ശക്തി പ്രാപിക്കേണ്ട സമയമായിട്ടാണ്. ഏതാണ്ട് ലോകം അവസാനിക്കുന്ന ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് പണ്ട് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഓരോ വിശുദ്ധന്മാരും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പ്രവാചകന്മാരിലൂടെ വിശുദ്ധന്മാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒന്ന്, നമുക്ക് ലോകാവസാനം കർത്താവിൻ്റെ രണ്ടാം വരവ്. രണ്ട്, മൂന്നാം ലോകായുധം അടുത്തന്നെ എത്താനുള്ള കണ്ടീഷനുകളൊക്കെ അതിൻ്റെ രാജ്യങ്ങൾ തമ്മിൽ, അണുവായുധവും മറ്റുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മുടെ മരണം. അതോടുകൂടിയിട്ട് നമ്മുടെ അവസാനം അങ്ങനെയാണ് വരുന്നത്. കഴിഞ്ഞ ആഴ്ച ഫ്രെയിം മേടിക്കാൻ വേണ്ടിയിട്ട് എറണാകുളത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചേട്ടനെ പരിചയപ്പെട്ടു. അവിടെ എത്തിയപ്പോൾ 10:15 ട്രെയിൻ പോയി കല്ലേറ്റിങ്ങര. പിന്നെ വരുന്നത് 12:30. അപ്പം ഞാൻ ആലോചിച്ചു, സാധാരണ രീതിയിൽ നമ്മൾ വീട്ടിൽ പോകാറ് പതിവ്. ഏത് നമ്മുടെ സ്വഭാവം അനുസരിച്ച് എന്തായാലും ഒരു കാര്യത്തിന് വന്നതല്ലേ, അത് ചെയ്തിട്ട് പോവുള്ളൂ എന്നുള്ളൊരു ഇത് ഇപ്പോഴേക്കെത്തി കുറച്ചും കൂടി മെച്യൂരിറ്റി ആയി ഈ കാര്യത്തിലൊക്കെ. അപ്പം ഞാനപ്പോൾ വിചാരിച്ചെന്ന് 12:30 വരെ അവിടെ ഇരിക്കാം, അല്ലാണ്ട് വേറെ നിവൃത്തിയില്ലല്ലോ. സംഭവം നമുക്ക് നമ്മുടെ കാര്യം നടക്കണം, ഒരു ദിവസം പോയാലും കുഴപ്പമില്ല. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഇടയിൽ ഒരു ചേട്ടൻ നടന്നു വരുന്നുണ്ടായിരുന്നു. കല്ലേറ്റിങ്ങരെയാണ് ജോലി ചെയ്തായിരുന്നത്. ആള് ജോലി പോയി ഹോട്ടൽ ജോലി ആയിരുന്നു. അപ്പോൾ ആള് പറഞ്ഞു, ഞാൻ എറണാകുളത്തേക്ക് പോവാണ്, ഏതെങ്കിലും ജോലി. ആൾക്ക് ഈ ഭക്ഷണത്തിൻ്റെ സംഭവങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ഹോട്ടലുകളിലാണ് ആൾ കൂടുതൽ നോക്കുന്നത്. അപ്പോൾ ആള് ഹോട്ടൽ ജോലിയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ജോലി നോക്കാൻ വേണ്ടിയിട്ട് എറണാകുളത്തേക്ക് പോവാണ്. അങ്ങനെ എൻ്റെ അടുത്തിരുന്ന് കുറച്ചു നേരം വർത്തമാനം പറഞ്ഞൊരു ഹൈന്ദവ സഹോദരനാണ്. അപ്പോൾ ആളുടെ വീട്ടുകാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു. അപ്പോൾ 2 പെൺകുട്ടികൾ, അവർ നല്ല രീതിയിൽ കെട്ടിച്ചു വിട്ടു, നല്ല കുടുംബങ്ങളായിട്ട് കഴിയുന്നു, കുഴപ്പമൊന്നും. 2 പേർക്കും ജോലിയുണ്ട്, എല്ലാവരും ഫുൾ സെറ്റിൽഡാണ്. ഒരു പാവപ്പെട്ട മിഡിലല്ല, ഇനിയും കുറച്ചും കൂടി ഇത് കുറഞ്ഞാണ്. പക്ഷെ അവർക്ക് ഇപ്പോൾ സാമ്പത്തികമായിട്ട് നന്നായി, ജോലി, എഡ്യൂക്കേറ്റഡ് ആണ്, അവർക്ക് നല്ല ജോലി കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ അവർ ഭക്ഷണം വീട്ടിൽ വെക്കണില്ല. ഇവർ 2 പേരും ജോലിക്ക് പോകുമ്പോൾ ലേറ്റായിട്ട് ടയർഡായിട്ട് വരുന്നത്. ഒക്കെ ഓൺലൈൻ ഓർഡർ, കൊച്ചു വരുന്നു, കൊച്ചിനെ നോക്കാൻ വേറൊരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ അവരിങ്ങനെ പോണ ജീവിതം. അപ്പം ഞാൻ ചേട്ടനോട് ചോദിച്ചു, അവർക്കൊക്കെ നല്ല ഇതുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ അക്കൗണ്ടിൽ എന്തെങ്കിലും ഉണ്ടോ, എത്ര നാളൊക്കെ ജോലി ചെയ്തല്ല? എൻ്റെ ആകെ ഒരു 3000 രൂപ ഉണ്ട്. ഞാൻ പറഞ്ഞു, 3000? ചേട്ടാ, നിങ്ങൾ ഇത്ര നാൾ സമ്പാദിക്കാൻ പറ്റിയില്ല, പക്ഷെ ഇനിയെങ്കിലും നിങ്ങൾ നമ്മുടെ വയസ്സാകാലത്ത് നമ്മൾ ആരും ഡിപ്പെൻഡ് ചെയ്യാണ്ട് ജീവിക്കണമെങ്കിൽ കുറച്ച് സമ്പാദ്യം നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതല്ല. ചേട്ടന് എടുത്ത വശം എന്നോട് പറയല്ലേ, അല്ല നമ്മളിവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്നത്, ഇതാ അങ്ങോട്ട് ചാടിഞ്ഞെങ്കിൽ നമ്മളാ 2 സെക്കൻഡ് കൊണ്ട് ഈ പരിപാടി കഴിഞ്ഞില്ലേ. ഏത് ആത്മഹത്യ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ ചേട്ടനോട് ചോദിച്ചേ, 2 സെക്കൻഡ് കൊണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ ഈ പരിപാടി കഴിയുന്നു, ആത്മഹത്യ. സംഭവം ശരിയാ. നിങ്ങൾ എന്താ ചെയ്യുന്നറിയോ? നിങ്ങൾ ആത്മാവിനെ ഹത്യ ചെയ്യാണ്. അതായത് നിങ്ങൾ ഇനി അതിന് ശേഷമുള്ള ജീവിതം നിങ്ങളുടെ നരകം തുല്യമായിട്ടുള്ള ജീവിതമാണ്. നിങ്ങൾ ജീവിക്കാൻ പോകുന്നത് നരകത്തില്ല. അവിടെ തീ ഇങ്ങനെ ആളി കത്തിക്കൊണ്ടിരിക്കുക. അവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഇരുമ്പിന്റെ കഷ്ണം, അതിന് ഒരു മാറ്റം ഉണ്ടാവില്ല. തീ ഇങ്ങനെ ആളി കത്തിക്കൊണ്ട്, നമ്മുടെ സൂര്യൻ കത്തണ പോലെ അങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ ജീവിതം മൊത്തം ദുരന്തമായിട്ട് അവിടെ ജീവിതം അവസാനം ഇല്ല കേട്ടോ ചേട്ടാ. അപ്പോൾ ചേട്ടൻ ചോദിച്ചാൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ ഇത്ര നാളൊക്കെ അധ്വാനിച്ച് നിങ്ങൾ മാന്യമായ രീതിയിൽ ഇപ്പോൾ തൊഴിൽ ചെയ്ത് ആരും പറ്റിക്കാണ്ട് ജീവിതത്തിലല്ല. അപ്പോൾ കുറച്ച് നാൾ നിങ്ങൾ ജീവിച്ചോ, ബുദ്ധിമുട്ടിയായാലും ജീവിച്ചോ, പക്ഷെ ഈ കാര്യത്തിന് ചേട്ടൻ പോരുതിട്ടാ. ആത്മഹത്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നരകത്തിലേക്ക് പോണു ചേട്ടാ. അപ്പോൾ നമുക്ക് ചില കിട്ടുന്ന സന്ദർഭങ്ങളുണ്ടല്ലോ, പല ആൾക്കാരായിട്ട് ഇങ്ങനെ പരിചയപ്പെടാനും, ഇതൊക്കെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യണം. ആരെങ്കിലുമൊക്കെ കണ്ടാൽ ചിരിക്കുക, അവരുടെ വിശേഷങ്ങളൊക്കെ അറിയാം, എന്ത് ചെയ്യുന്നു. ഒരാളെ നേരാക്കാൻ പറ്റിയ അത്ര നല്ല കാര്യമല്ലേ. നമുക്കത് ദൈവം നമുക്ക് തരണ ഓരോ അവസരങ്ങൾ നമ്മൾ വിനിയോഗിക്കണം. അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ അതിനുള്ള ഭവിഷ്യത്ത് തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മളൊരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് യേശുവിനെ മറ്റുള്ളവർ കാണിച്ചു കൊടുക്കുക, അതൊരു നല്ലൊരു നമ്മൾ ക്രെഡിറ്റ് ആയിട്ട് എടുക്കണം. ചിലർക്ക് നാളാണ് യേശുവിനെ പറ്റി പറയാനായിട്ട്.
അത് യേശുവിനെ അനുഭവിക്കാത്ത കാരണമാണ്. നമ്മൾ ഒരു ചായ കുടിക്കുമ്പോൾ, നല്ലൊരു ചൂടായ ചായ കുടിക്കുമ്പോൾ ഒരു സുഖം എന്ന് പറഞ്ഞ പോലെ തമ്പുരാനെ അനുഭവിക്കണം. സ്വർഗത്തിൽ മാത്രമല്ല കേട്ടോ ഇതിൻ്റെ സുഖം, ഇവിടെയും കിട്ടും. നമ്മൾ സ്വർഗീയ അനുഭവത്തിൽ ജീവിക്കാൻ പറ്റണം. നമ്മൾ പള്ളിയിലൊക്കെ നിൽക്കുമ്പോൾ നമ്മളൊന്ന് കൈയൊക്കെ പൊന്തിക്കുക, ഒന്ന് ആത്മീയത ഒന്ന് വരാൻ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ. ഈ സംഭവം അവിടെ ചെന്ന് തന്നെ ആത്മീയ സ്വർഗത്തിൽ ചെന്നിങ്ങനെ മാലാഖമാരും വിശുദ്ധന്മാരും എല്ലാവരും തമ്പുരാനെ സ്തുതിക്കണം. ഒരു ആത്മീയ ഒരു മൂഡിലെ നിൽക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ആത്മീയമായിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ അവിടെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാനാ? നിങ്ങളപ്പോൾ എത്ര കൊല്ലം നിങ്ങൾ ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കണം? നിങ്ങൾ LKG തൊട്ട് നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഈ സാധനം ഇങ്ങനെ A to Z. കൊല്ലത്തിലൊക്കെ കുടുംബത്തോടുകൂടി ധ്യാനത്തിന് പോവുക. തമ്പുരാനില്ലാണ്ട് ജീവിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ആദ്യമൊക്കെ നമുക്ക് ആത്മീയതൊക്കെ ഉണ്ടാവും, പിന്നെ ജോലിയൊക്കെ കിട്ടി നല്ല സെറ്റപ്പായി കാശായി. പിന്നെ കാശായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഓട്ടോമാറ്റിക്കലി കാര്യം പിടികെട്ടിയാണ് നിങ്ങൾക്ക്. അപ്പം നമ്മൾ ഒരു ചങ്കുറപ്പത്തോടി നമ്മൾ കുടുംബത്തോടിയിട്ട് ഒരു കൊല്ലത്തേക്ക് ധ്യാനം കൂടാ, ഒന്ന് ഫ്രഷ് ആവുന്നതൊക്കെ നല്ലതാണ്. കുറേ പാപങ്ങളും കാണാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കാണുന്നുണ്ടില്ല. ഞാൻ നേരത്തെ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, നരകത്തിലേക്ക് പോണ ആൾക്കാർ കൂടുതൽ. ഞാനൊരു എക്സാമ്പിൾ പറയാം. യൂട്യൂബ് ചാനലിൽ ഞാൻ അങ്ങനെ ഇത് കണ്ടു. അപ്പം അതിൽ ആക്ച്വലി ഇയാൾ റെക്കോർഡ് ചെയ്തേക്കാം. പോട്ടയിൽ ധ്യാന കേന്ദ്രത്തിൽ വിളിച്ചിട്ട് അവിടെ ദമ്പതികൾക്കുള്ള ധ്യാനം, കുട്ടികൾ ആവാത്തവർക്കുള്ള ധ്യാനം ഉണ്ടാ. അപ്പം ആള് ഇത് റെക്കോർഡ് ചെയ്തേക്കണ് പറയേണ്ട കാര്യങ്ങൾ. അപ്പം ആള് ചോദിക്കണത് ഭാര്യ മാത്രം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ നടക്കുമെന്നാണ് ആള് ചോദിക്കുന്നത്. ഹോട്ടലിലുള്ള ആള് ഫോണിൽ സംസാരിക്കുന്നുണ്ട്. ആള് പറയുന്നത് രണ്ടുപേരും ഒരുമിച്ച് ധ്യാനം കൂടിയാലാണ് അതിൻ്റെ ഒരു ഫലം കിട്ടുള്ളൂ. നമ്മളൊരു ആത്മീയമായിട്ട് നിൽക്കുന്ന തലത്തിലേക്ക് വന്നാലാണ് തമ്പുരാൻ പിന്നെ നമ്മുടെ എന്തെങ്കിലും തടസ്സങ്ങളോ മാറ്റി നമ്മൾ ഉദ്ദേശിച്ചത് നമുക്കൊരു കൊച്ചില്ല എന്നുള്ള ആ ഇതിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ആൾ പറഞ്ഞു, ഞാനില്ലാണ്ട് ധ്യാനത്തിന് ശരിയാവുമല്ലോ, എനിക്ക് ഭയങ്കര ബിസിയാണ്, ഭാര്യനെ മാത്രം വിട്ടാൽ പോരെ. ചോദ്യങ്ങളുടെ പോയിന്റ് പോക്ക് മനസ്സിലാവണ്ട. ഇതിലടിയിൽ വന്ന കമന്റുകൾ, ഓരോ കമന്റുകൾ കേട്ടത്. ഇന്നത്തെ കാലത്ത് കൂടുതൽ പേര് നരകത്തിലേക്ക് പോണത് ഈ കമന്റ് എഴുതുന്നവരും ഈ ജാതി. IAS ഓഫീസർ ഇപ്പൊ ഈശോനെ പറ്റി ഒരു കവിത ഒക്കെ ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നല്ലോ. ഈ കമന്റുകള്, ഈ ജാതി കമന്റുകള് എഴുതുമ്പോ നരകത്തിലേക്ക് ഫസ്റ്റ് പറഞ്ഞു വിടുന്ന ഇവരാണ്. ഈ ആത്മീയമായിട്ട് നിൽക്കുന്ന സ്ഥാപനം, ആത്മീയ പിതാക്കന്മാര്, ഇവരെല്ലാരും മനുഷ്യരാണ് കേട്ടാ. പൊട്ടി സ്വർഗത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന പുരോഹിതരും കന്യാസ്ത്രീയും ഒന്നല്ല, ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വരുന്നവരാ. ഞാൻ ആലോചിക്കും ഈ കമന്റ് അടിക്കുന്ന ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് ആത്മീയമായിട്ട് വളർത്തി ഇങ്ങനെ അച്ഛനും കന്യാസ്ത്രീയും വിടാറുന്നില്ലേ? നിങ്ങൾ ഇവിടെ കയറി വലിയ ഡയലോഗ് അടിക്കണ്ടല്ലോ. മിണ്ടരുത് കേട്ടാ, മിണ്ടരുത്. തമ്പുരാൻ ഇതൊക്കെ കാണുന്നുണ്ട്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷ കിട്ടും. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർ മനുഷ്യന്മാരാണ്, ആർക്കും തെറ്റുപറ്റാം. സാഹചര്യമാണ് മനുഷ്യനെ മോശമാക്കുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിലെ അനുഭവമാണ്. സാഹചര്യത്തിലാണ് മനുഷ്യൻ ചീത്തയാവുന്നത്. പിന്നെ ഇതുപോലെ നിരീശ്വരവാദികൾ, ക്രിസ്ത്യാനികൾ ഇഷ്ടംപോലെ ഉണ്ട്. എല്ലാത്തിനും ഷെയറും ഡയലോഗും ഇതും. നിങ്ങൾ ഓരോ ഷെയറും ഓരോ ഡയലോഗ് ആലോചിച്ച് വെച്ചോ, ഉറപ്പിച്ചു വെച്ചോ. ജീവിക്കുന്ന കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അല്ലാണ്ട് നിങ്ങളിപ്പോ നന്നാവ് നമ്മൾ സ്വർഗത്തിൽ പോകാനുള്ള ഇടപാട് നമ്മൾ കാണിക്കുന്നത്. എത്ര ആൾക്കാർ സ്വർഗം കണ്ട് നരകം കണ്ട് വന്ന ആൾക്കാർ എത്ര ഇതിൽ കിടക്കുന്നുണ്ട്. ഇതൊന്നും ആർക്കും വേണ്ട. ഞാൻ ആലോചിക്കുന്നത് ഇവരുടെ ആരെങ്കിലും ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർ ഇപ്പൊ ഐസിയുവിൽ മരിക്കാൻ കിടക്കാന്ന് വിചാരിക്കുക. ഐസിയുവിൽ ഒരാൾ മരിക്കാൻ കിടക്കാന്ന് വിചാരിക്കും. ഇവരെ എന്താ ഞാൻ ചെയ്യവര്? നമ്മളൊക്കെ ആണെങ്കിൽ ഓടിപ്പോയി മാതാവിനോ തമ്പുരാനോട് പ്രാർത്ഥിക്കണം, എൻ്റെ ദൈവമേ നമുക്കൊരു ദുഃഖം പറയാൻ അല്ലെങ്കിൽ നമ്മുടെ സങ്കടം പറയാൻ ഒരാളുണ്ട്. പിന്നെ അതിലൂടെ അത്ഭുതം മാറി ഇഷ്ടംപോലെ സാക്ഷിയുണ്ട്. ഈ നിരീശ്വരവാദികൾ ഇവരുടെ കാര്യം ഭയങ്കര കാര്യട്ടോ, കട്ട പോയിട്ടവര്. ഇവരിനെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഇവരുടെ അവസ്ഥ എന്തായിരിക്കും? എൻ്റെ ദൈവം ആലോചിക്കാൻ പറ്റണില്ല. അപ്പൊ നമ്മള് ജീവിതത്തില് അനുഭവിച്ച ആൾക്കാര്, ജീവിതത്തിൽ തമ്പുരാനെ അറിഞ്ഞ ആൾക്കാർ,
അവരോട് നിങ്ങൾ പേഴ്സണലായിട്ട് പോയി കാണാം. അന്നത് ഇവിടെ ഇരിക്കുന്നുണ്ട് ചന്തക്കും, നിങ്ങൾ വായോ, നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവാക്കാൻ നമ്മൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, നമ്മുടെ അനുഭവങ്ങൾ പറയാം. ഞാൻ തമാശയായിട്ടല്ല നിങ്ങളോട് പറയുന്നത്, അത്രയ്ക്ക് ലോകം അധപതിച്ചു പോയി. തമ്പുരാൻ ആർക്കും താല്പര്യമില്ല. ആത്മീയ കാര്യങ്ങളോട് ഒക്കെ എന്താ പറയാ, ഇവിടുത്തെ ആഘോഷങ്ങൾ അടിപൊളി ജീവിതം സെറ്റപ്പ് തന്നെ. അടിക്കുക, അങ്ങോട്ട് പോവുക, മൊബൈല്, സിനിമ, മാറി കാണുന്ന വണ്ടികൾ മേടിക്കുക, ലൈഫ് ഒക്കെ ആവശ്യമാണ്. ഞാൻ ഒന്നും പറയില്ല, ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. പക്ഷെ 70% നമ്മൾ തമ്പുരാന് മാറ്റി വെച്ചില്ലെങ്കിൽ, ഓൾറെഡി ബൈബിളിൽ തന്നെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, ധനവാൻ ഒട്ടക സൂചിന്റെ ഉള്ളിൽ കിടക്കാനായിട്ട് ഭയങ്കര. ഇതിനെപ്പറ്റി ഞാൻ കുറേ തല പുകഞ്ഞു. ഇവര് ധനവാൻ ഇത്ര പേർക്ക് കാശ് കൊടുത്തിട്ട് അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ലെങ്കിലുള്ള കാര്യമാണ് വലിയ ബുദ്ധിമുട്ടാട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആത്മീയമായിട്ട് നമ്മൾ ഒരു നിൽക്കുമ്പോണ്ടല്ല, കല്ല് വല്ലി ഒന്നും പഠിക്കാനൊന്നുമില്ല നമുക്ക്. നാളെ സമ്പത്തില്ലാണ്ടിരിക്കുക, ദുരിതങ്ങള് എന്ത് വന്നാലും താമ്പരാൻ കൂടിയുണ്ടെന്നുള്ളൊരു ചങ്കൂറ്റുണ്ടല്ല, അതൊരു ചങ്കൂറ്റ് തന്നെയാണ്. അത് കിട്ടണമെങ്കിൽ നമ്മൾ നല്ല ആത്മീയത വേണം, അതിലേക്ക് എത്തണം. നമ്മൾ ദിവസം കുർബാനയ്ക്ക് വരണം, താമ്പരാനോട് മല്ലടിക്കണം. തമ്പരാനെ, ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കുന്നു, നീ എൻ്റെ കാര്യം നോക്കാൻ പറയാം, അത്രേ ഉള്ളോ. പ്രശ്നങ്ങളല്ല നമ്മുടെ മുന്നില്. ഞാൻ ഡാനേച്ചന്റെ ഒരു ഇത് പറയുന്നത് കേട്ടിട്ടുണ്ട്, പ്രശ്നങ്ങളെ നമ്മള് എനിക്ക് ഒരു തമ്പുരാനുണ്ട് പ്രശ്നങ്ങൾ നേരിടാനായിട്ട്. പ്രശ്നങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല. എത്രയോ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് യൂട്യൂബുകളൊക്കെ എടുക്കുന്നത് ഒക്കെ ഇതിന്റെ പിന്നാലെ ഈ പറഞ്ഞ കുത്തിയും റീൽസും. ഞാനും റീൽസ് കാണുന്ന ആളായിരുന്നു, പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റ് വെച്ചേക്കത്. ലാസ്റ്റ് കിടക്കാൻ നേരത്ത് കുറച്ച് ആത്മയിലേക്ക് എത്തിയിട്ടാണ് ഉറക്കം വരുള്ളൂ, അല്ലെങ്കിൽ ഈ സാധനം മുഴുവൻ നമ്മുടെ തലയിൽ കിടക്കേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവും വെച്ചിട്ടാണ് പിന്നെ ഇടന്നുറങ്ങണത്. നാളെ കാലത്ത് കണ്ണുറങ്ങുന്ന എന്ത് ഉറപ്പ്? എനിക്കൊരു ഉറപ്പില്ല, ഒരു സെക്കൻഡ് എനിക്ക് ഉറപ്പില്ല. ഞാൻ പ്രായമുള്ള ആൾക്കാരോട് തമാശ പറയും, അതെ അവിടെ ഈ സ്വർഗത്തിൽ പോകും നമ്മുടെ കാര്യങ്ങളൊന്നും. അപ്പൊ ഒരു അമ്മച്ചി എന്നോട് ചോദിക്കുക, ഡാ ചിലപ്പോ ഞാൻ മരിക്കും മുമ്പ് നീ മരിച്ചാലോ? ഇതുവരെ ആരോ എന്നോട് ഇതുവരെ ചോദിച്ചിട്ടില്ല. എനിക്കതിൽ സന്തോഷമുള്ളൂ കേട്ടാ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ കുറച്ച് ആൾക്കാർ മരിച്ചു പോയി ഓടിക്കിട്ട് അവര് നമ്മുടെ തമ്പുരാന്റെ അടുത്ത് പറയും, നിങ്ങൾക്ക് ഈ പ്രായമാകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രാർത്ഥിക്കാനും ഇഷ്ടംപോലെ സമയമുണ്ട്. നമ്മുടെ ജത്രുവിന്റെ പ്രാർത്ഥന 1000 ആത്മാക്കൾ ഒറ്റടിക്ക് വീട്, ഒരു 3 സെക്കൻഡ് എടുക്കുന്നുണ്ട്. 1 മണിക്കൂർ നിങ്ങൾ അവിടെ ചെലവാക്കുന്നത്. ആത്മീയ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് എത്ര ആത്മാക്കൾ നിങ്ങൾക്ക് വിടാൻ പറ്റും? അവര് പിന്നെ നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. നമ്മൾ തട്ടിപ്പോയി നാളെ അവര് നമ്മളെ സ്വർഗത്തിലേക്ക് ഉണ്ടാവുക, അവര് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും, വേറെ ആരും വേണ്ട. അപ്പൊ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് വരിക, അല്ലാണ്ട് ആഴ്ചയിൽ ഒരിക്കൽ പറഞ്ഞു അവിടെ നിയമങ്ങളും തിരുസഭയുടെ കൽപ്പനകൾ 5 അല്ലെങ്കിൽ കൽപ്പനകളൊക്കെ അവിടെ ഉണ്ടാവും. അതിനുപരി നമ്മൾ തമ്പുരാന് നമ്മുടെ സ്വന്തം അങ്ങനെ പഠിക്കണം. അപ്പൊ നമുക്ക് നീതിയിൽ വളരാൻ സാധിക്കും. 4 ആൾക്കാരോട് 4 ഡയലോഗ് അടിക്കാൻ പറ്റും. ഇവിടെ വാഡന്റും മറ്റു സംഭവങ്ങളൊക്കെ കണ്ട് മൊബൈൽ ഇല്ലാത്ത പിള്ളേരില്ല. ഇപ്പൊ നമ്മുടെ മക്കളായാലും മൊബൈൽ ഉണ്ട്, ഇല്ല എന്നല്ല. അപ്പൊ അതിനൊരു ടൈമിങ് കൊടുക്കണം. ചെറിയ കുട്ടികള് വെറുതെ നമ്മുടെ പണിക്ക് വേണ്ടിയിട്ട് അവർക്ക് മൊബൈൽ കൊടുത്ത് നമ്മൾ പോകും. അപ്പൊ അവരെ വല്ല കുറ്റം പറഞ്ഞിട്ടുണ്ട്, അവര് ഏത് നേരം മൊബൈൽ യൂസ് ചെയ്യുന്നു. അവരെ വളർത്തിയത് അങ്ങനെയാണ്. പിന്നെ നമ്മുടെ സാഹചര്യങ്ങൾ ഉണ്ടാവും, പക്ഷെ അതൊക്കെ നമ്മൾ മറികടന്ന് നമ്മൾ തമ്പുരാനിലേക്ക് എത്തണം. നമ്മൾ ഏത് പ്രതിസന്ധിയും പിടിച്ചു നിൽക്കാനായിട്ട്, ഡൈവോഴ്സ് അല്ല എന്ത് നടന്നോട്ടെ, ഭർത്താവിന്റെ പീഡന, ഭാര്യയുടെ പീഡന, കുടുംബ പ്രശ്നം, അതിനപ്പുറത്ത് എന്നെ ചങ്കോട് കൂടി ചേർത്ത് നിർത്താൻ ഒരാൾ തമ്പുരാനുണ്ട്. യേശു നമ്മുടെ ദൈവമാണെന്ന് പറയാനുള്ള ചങ്കുറ്റം നമുക്കുണ്ടെങ്കിൽ ഒന്നും പേടിക്കാനില്ലാന്ന്. പുല്ല് പോട്ടെന്ന് വിചാരിക്കും, തല വെട്ടി വേണം പോട്ടെന്ന്. ഞാൻ ഒരു സമയത്ത് അങ്ങനെയായിരുന്നു. പക്ഷെ നിനക്ക് വേണ്ടി രക്തസാക്ഷിയാവാൻ ഞാൻ തയ്യാറാണ്. കുർബാനയുടെ ഇടയിൽ അടിക്കണ ഡയലോഗ്, തല വെട്ടിപ്പോയില്ല ഇപ്പൊ എത്രയാണോന്ന് നമ്മൾ കണ്ടല്ലേ പല ആൾക്കാര്.
ഇപ്പൊ വിശുദ്ധന്മാരൊക്കെ ഈ കപ്പാളിലേക്ക് പോയി കിടക്കണില്ലേ ഓരോ നമ്മള് പ്രാർത്ഥിക്കുന്നത്, ഇവരാരും സുഖമായിട്ട് ജീവിച്ച ആൾക്കാരില്ലാട്ടാ. നമുക്ക് കുരിശെടുക്കാനും ഇപ്പൊ ചില അമ്മമാരൊക്കെ ഭയങ്കര കരച്ചില്ല, എന്റെ മോനെ എങ്ങനെയാണ് മോനെ അത്. സ്വന്തം മാതാവ് ആളുടെ സ്വന്തം മോൻ കുരിശ് വഹിച്ച് അടി കിട്ടി കൺമുമ്പിലാണ് പോയി കുരിശിൽ തൂങ്ങിയത്. ഇതിനെ വലിയ വേദന എന്തിട്ടുള്ളത് നിങ്ങൾക്ക്? തമ്പുരാനൊക്കെ A to Z നിങ്ങൾക്ക് കാണിച്ചുന്നുണ്ട്. ഇപ്പൊ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മളെ തമ്പുരാൻ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു സഹനവും ഇല്ല, നിങ്ങൾ അടിപൊളിയായിട്ട് ജീവിക്കുന്നുണ്ട്, നിങ്ങളുടെ ജീവിതം കട്ടപ്പൊക്കെയാ. സഹനം ഉള്ളവനാണ് എന്ത് കുർബാന കാണാൻ പറ്റുള്ളൂ, കുർബാന ആത്മീയതായിട്ട് മാറുള്ളൂ, ഇത് അനുഭവത്തിലേക്ക് വരുള്ളൂ. അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ നാളെ മുണ്ട് മടക്കി പോയി കുർബാന സ്വീകരിക്കൂല, ഒന്നുമില്ല. അത് സ്വീകരിക്കുന്ന തന്നെ എന്തോ ആത്മീയ ദൈവത്തിന് അറിയുള്ളൂ. അപ്പൊ ഇതൊക്കെ പറഞ്ഞു തരുന്നത് നമ്മുടെ സ്വന്തം അനുഭവത്തിലട്ടാ. ഞാൻ ഈ ബോംബെയിൽ പോയപ്പോ എനിക്ക് അവിടെ മുംബൈ സെൻട്രൽ സ്ഥലത്ത് അവിടെ റെഡ് സ്ട്രീറ്റ് ഏരിയയുടെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ വാചകടിച്ച് പോയി. അപ്പോൾ ആ ഏരിയയിൽ മുസ്ലിമുകൾ സ്പെഷ്യലായിട്ടുള്ള ഒരു ബിരിയാണി ഉണ്ടാക്കുക. അവർ കുറച്ചുണ്ടാവുള്ളൂ കേട്ടോ, അതിൽ കുറച്ച് മഞ്ഞ കളറും അതൊക്കെ ഉണ്ടാവും. 20 കൊല്ലത്തെ മുന്നത്തെ കേസ് പറയുന്നത്. 2 പ്രാവശ്യം ഇപ്പോൾ പോയി കഴിക്കുന്ന ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ നമ്മുടെ ഒരു ഫ്രണ്ടായിട്ട് പോയി ഞങ്ങൾ നല്ലൊരു ഹോട്ടലിൽ പോയി കഴിച്ചു, നല്ല ബിരിയാണി. പക്ഷെ അതിൻ്റെ അടുത്ത് എത്തില്ല, അങ്ങോട്ട് പോകാൻ പറ്റിയില്ല ഒന്നാമത്. അപ്പൊ ഈ തമ്പുരാനിലേക്ക് അടുക്കാനായിട്ട് എളുപ്പമല്ല, നമ്മൾ തീഷ്ണമായിട്ട് പരിശ്രമം. ഇതൊരു ഞാൻ എക്സാമ്പിൾ പറഞ്ഞതുള്ളൂ. നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കും, പക്ഷെ നമുക്ക് കിട്ടണമെന്നില്ല. വളരെ ചുരുക്കം ആൾക്കാർ മാത്രമാണ് സ്വർഗത്തിൽ പോകുന്നത്. നമ്മളൊക്കെ ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് കൊണ്ടിട്ട് ഏത് തലത്തിലാണെന്നറിയില്ല, പല തലങ്ങളുണ്ട് ഇതിൽ. അത് നിങ്ങൾ ഡാനിയലച്ചനുണ്ട്, പിന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ കാണാം. ശുദ്ധീകരണ സ്ഥലം എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽ കിട്ടും. ഇപ്പം നമ്മൾ മക്കൾക്കൊക്കെ നമ്മളൊരു ആത്മീയത പകർന്നു കൊടുക്കാം. നമ്മുടെ കാരണന്മാരൊക്കെ എന്തൊരു, എൻ്റെ അമ്മയുടെ വീട്ടില് അപ്പാപ്പൻ കാലത്ത് 5 മണിക്ക് എനിക്ക് എല്ലാവരും വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ അപ്പാപ്പനായാലും പ്രാർത്ഥനയായാലും അന്നൊക്കെ നമ്മൾ ഈ എന്താ പറയുക, ഈ പറഞ്ഞ വടക്കമാസം കാലം കൂടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പടക്കം പൊട്ടിക്കലും ഒരു എന്താ പറയുക ഒരു സംഭവം തന്നെയായിരുന്നു. അപ്പോൾ തന്നെ പീഡാനുഭവം, ഈസ്റ്ററിന് മുന്നത്തെ ദുഃഖം, ഒരാഴ്ചയൊക്കെ എന്ന് പറഞ്ഞാൽ അന്ന് പ്രാർത്ഥനയും കാര്യങ്ങളും നമ്മളൊരു ആത്മീയത വേറൊരു തലമായിരുന്നു. ഇതിപ്പോൾ ഒരു നേരം പോക്കിന് പോയി ഈസ്റ്റർ ദുഃഖവെള്ളി പള്ളി കാലഘട്ടം മഹാമോശമാണ്. ഒരു തരി ആത്മീയത ആർക്കും ഇല്ല. ആത്മീയത പിടിച്ചു നിൽക്കണമെങ്കിൽ എളുപ്പമല്ല കേട്ടോ, അത് വേറെ കാര്യം. ഇതിൽ തുടർന്നുണ്ടെങ്കിൽ നമ്മുടെ എളുപ്പമല്ല സംഭവം. അപ്പം നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. കുറച്ചും കൂടി നല്ല ആത്മീയതയിൽ നിൽക്കാനും നമ്മുടെ കുടുംബത്തിന് ചേർത്ത് പിടിച്ചുകൊണ്ട് തമ്പുരാനാണ്, ദൈവമാണ് നമ്മുടെ രക്ഷകൻ. ആളെ നമ്മൾ മറ്റുള്ളവരെ സുവിശേഷം അറിയിക്കുക വലിയൊരു കടമയാണ്. മറ്റുള്ളവരെ സദ്വാർത്ത അറിയിക്കുക. സദ്വാർത്ത എന്താണ്? നമുക്കായി ഒരു ദൈവപുത്രൻ ജനിച്ചിരിക്കുന്നു, യേശു രക്ഷകൻ. മറ്റുള്ളവരോട് പറയാ ജീവിക്കുന്ന ദൈവമാണ്. ആ ജീവിക്കുന്ന ദൈവം നമുക്ക് അനുഭവിച്ചാലേ അറിയുള്ളൂ. അപ്പൊ എളുപ്പമല്ല കാര്യങ്ങൾ. നമ്മൾ പരിശ്രമം വേണം എല്ലാത്തിനും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു മിശിഹായെ സ്തുതിയായിരിക്കട്ടെ.